ജൻവാണി 90.8 FM ശബ്ദ പ്രക്ഷേപണത്തിന്റെ നാട്ടുപൊലിമയിൽ കേരളക്കരയുടെ കൊടിയടയാളം. സാംസ്കാരിക ലോകം. ഹാം റേഡിയോ അനുഭവങ്ങളും വിശേഷങ്ങളുമായി കഴിഞ്ഞയാഴ്ച സാംസ്കാരിക ലോകത്തിൽ എം പ്രവീൺ കുമാർ പങ്കെടുത്തിരുന്നല്ലോ. മുഖാമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇപ്പോൾ ഫെസ്റ്റുകളുടെ ഒരു കാലഘട്ടമാണ്. എന്തിനും ഏതിനും ഫെസ്റ്റാണ്. ഇപ്പോൾ നാട്ടുമ്പുറത്തായാലും നഗരങ്ങളിലായാലും അല്ലേ, വ്യാപകമായിട്ടാണ് ഈ ഫെസ്റ്റുകൾ കാണുന്നത്. സന്തോഷമാണ്, ആഘോഷമാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ സൗഹൃദത്തിൻ്റെ ആഴം ഏറ്റവും കൂടുതൽ കണ്ണിചേർക്കപ്പെട്ടിട്ടുള്ളത് ഹാം റേഡിയോ പ്രവർത്തകർക്കിടയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് പറയുന്നത് പോലെ വിലപ്പെട്ട സൗഹൃദമാണ്, ആഴത്തിലുള്ള സൗഹൃദമാണ്, എന്തിനും ഏതിനും പരസ്പരം ബന്ധപ്പെടുന്ന ഒരു സൗഹൃദ കണ്ണികളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ഹാം ഫെസ്റ്റുകൾ. ഇപ്പോൾ വടകരയിൽ 500ഓളം ആളുകൾ പങ്കെടുത്ത ഹാം റേഡിയോ ഫെസ്റ്റ് അല്ലെങ്കിൽ ഹാം ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അതുപോലെ മലബാറിൻ്റെ പല മേഖലകളിലും പല ഭാഗത്തായിട്ട് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടാകണം. അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഹാം ഫെസ്റ്റുകൾ ഇപ്പോൾ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മകൾ സജീവമായിട്ടുണ്ടോ? അതായത് നമ്മൾ ഈ റേഡിയോ കൂടി ശബ്ദം കൈമാറിയിട്ടാണ് നമ്മുടെ വാർത്താവിനിമയം സാധ്യമാക്കുന്നത്. പരസ്പരം ശബ്ദത്തിൽ കൂടി മാത്രമേ നമുക്ക് പരിചയം ഉണ്ടാവും. അങ്ങനെ ശബ്ദത്തിൽ കൂടി മാത്രം പരിചയമുള്ള ആൾക്കാരെ നമുക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം ഒരുക്കുകയാണ് ഈ കൂട്ടായ്മകൾ. ഹാം ഫെസ്റ്റ്, ഹാം മീറ്റ്, ഹാം എക്സ്പോ എന്ന് തുടങ്ങിയ പല വാക്കുകൾ അറിയപ്പെടുന്ന എല്ലാം കൂട്ടായ്മയാണ്. അപ്പോൾ ആ പരിപാടിയിൽ വെച്ച് നമുക്ക് ശബ്ദത്തിൽ കൂടി മാത്രം പരിചയമുള്ള ആൾക്കാരെ നേരിട്ട് കാണാനും അവരുമായി നമ്മുടെ സന്തോഷം പങ്കുവെക്കാനും ഈ അവസരമൊരുക്കും. ഇപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഹാം ഫെസ്റ്റുകൾ നടത്താറുണ്ട്. ഇക്കഴിഞ്ഞ 2025 ഹാം ഫെസ്റ്റ് നടന്നത് ഗോവയിലായിരുന്നു. ഇപ്പോൾ 2026 ഹാം ഫെസ്റ്റ് ഈ വരുന്ന ഒക്ടോബർ മാസം മംഗലാപുരം ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ആയിരക്കണക്കിന് ഹാമുകൾ അവിടെ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ശബ്ദത്തിൽ കൂടി മാത്രം കേട്ട് പരിചയമുള്ള ആൾക്കാരെ അവിടെ വെച്ച് നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് സന്തോഷം പങ്കിടാം, നമ്മളുടെ കയ്യിലുള്ള ചില ഉപകരണങ്ങൾ പരസ്പരം കൈമാറാം. അതാണ് ഇതിൻ്റെ ഹാം ഫെസ്റ്റിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. തിരക്ക് 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 നമ്മുടെ ആളുകൾ എപ്പോഴും പറയുന്നതാണ്, പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, തിരക്കാണ്. ശരിക്കും അതൊരു അഭിനയമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ തിരക്കാണ് എന്ന് പറയും. ഏതായാലും ഈ തിരക്കുകളുടെ ഈ ഒരു ലോകത്ത്, അങ്ങനെ തന്നെ പറയാം, തിരക്കുകളുടെ ഈ ലോകത്ത് എങ്ങനെയാണ് അങ്ങ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത്? കാരണം ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്, സർക്കാർ സേവകനാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും ഈ ഹാം റേഡിയോ പ്രവർത്തനമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എന്ന് ശ്രോതാക്കൾക്കും കൂടി ആ സംശയം ഉണ്ടാവും, അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു ചോദ്യമാണത്. നമുക്കെല്ലാവർക്കും, ലോകത്തിലെല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജോലി മാക്സിമം ഒരാൾ ജോലി ചെയ്യുന്നത് ഔദ്യോഗിക ജോലിയാണെങ്കിലും സ്വകാര്യ ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും പരമാവധി 8 മണിക്കൂർ 9 മണിക്കൂർ അല്ല 10 മണിക്കൂർ മാത്രമേ ചെയ്യൂ. പിന്നെയും സമയം ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്നു 8 മണിക്കൂർ, എങ്കിലും സമയം കുറേ ബാക്കിയുണ്ടാവും. ആ സമയമാണ് നമ്മൾ വളരെ ക്രിയാത്മകമായിട്ട് ഈ ഹോബിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സമയം കണ്ടെത്താൻ തീരുമാനിച്ചാൽ നമുക്ക് തീർച്ചയായും സമയം കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഒരിക്കലും സമയം കണ്ടെത്താൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും പറയും എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അത് നോക്കാൻ സമയം കിട്ടിയില്ല. അത് വളരെ നോക്കുകയാണെങ്കിൽ തെറ്റായ കാര്യമാണ്. നമ്മളൊന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് സമയം ഒരുപാടുണ്ടാവും, ഒരുപാട് ബാക്കി സമയം ഉണ്ടാവും. ആ ബാക്കി സമയം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ ദിവസം ഒരു ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഈ മറ്റു ഹാമുകളുമായി ഈ മാധ്യമത്തിൽ കൂടി ഞാൻ സംസാരിക്കാൻ ചെലവഴിക്കാറുണ്ട്. നമ്മുടെ ഹാമുകൾ വളരെ ഊർജ്ജസ്വലമാകുന്ന സമയങ്ങളെന്ന് പറയുന്നത് സാധാരണ ശനിയാഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ, ജോലിക്കൊന്നും പോകാത്ത സമയങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വലരമായി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഉണ്ടാവും. കൂടാതെ ഞങ്ങൾ മാഹിയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വടകര റിപ്പീറ്ററുണ്ട്.
ആ വടകര VHFൻ്റെ റിപ്പീറ്ററുണ്ട്. വടകര പയങ്കുറ്റി മല എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മേലെയാണ് ആ റിപ്പീറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. വടകരയുള്ള അമേച്ചർ റേഡിയോ ഡിസാസ്റ്റർ സൊസൈറ്റി എന്നൊരു കൂട്ടായ്മയാണ് അവിടെ ആ റിപ്പീറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റിപ്പീറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ രാത്രി 9 മണിക്ക് ഒരു എന്താ പറയുക, ഒരു അറ്റൻഡൻസ് പോലെ എടുക്കും. അറ്റൻഡൻസ് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്കൂളിൽ അറ്റൻഡൻസ് ഓർമ്മയുണ്ടാവും, എല്ലാവരും പേര് വിളിച്ചിട്ട് അവിടെ ഹാജർ രേഖപ്പെടുത്തും. അതേപോലെ ഞങ്ങൾ ഈ ഫ്രീക്വൻസിയിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി വന്നാൽ ഒരു 9 മണിക്ക് വന്നാൽ പിന്നെ വടകരയും കോഴിക്കോടും തിരൂരും മലപ്പുറത്തും തൃശ്ശൂരും പാനൂരും അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ട് അതിലൊരു അറ്റൻഡൻസ് പോലെ കൊടുക്കും. എന്നുവെച്ചാൽ നമ്മുടെ പേര് പറയും, നമ്മുടെ പിന്നെ ഒരു കോൾ സൈൻ പറയും. ഞാൻ കോൾ സൈനെ പറ്റി പിന്നെ പറയാം. കോൾ സൈന് പറയും, ആ സമയത്തുള്ള കാലാവസ്ഥയെക്കുറിച്ച് പറയും. അങ്ങനെ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രസൻറ്റ് സാന്നിധ്യം അവിടെ രേഖപ്പെടുത്തും. അതിനുശേഷം നമ്മൾ ആ ഫ്രീക്വൻസി, നമുക്ക് ആ നിശ്ചിത ഫ്രീക്വൻസിയിൽ നിന്ന് വേറെ ഫ്രീക്വൻസി പറ്റി നമുക്ക് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടാം. അപ്പോൾ അതാണ് സാധാരണ ചെയ്തു വരാറുള്ളത്. ഇപ്പം ഞായറാഴ്ചകളിലാണെങ്കിൽ രാവിലെ HF കൂടിയിട്ട് ഒരുപാട് പേര്, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൂട്ടായ്മ നടത്തുന്ന പല അറ്റൻഡൻസ് നടത്തുന്ന പല നെറ്റുകളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചാർമിനാർ നെറ്റ്, VWN നെറ്റ്, അങ്ങനെ പല നെറ്റുകൾ എന്ന് പറയും അതിന്. അതുപോലെ സാങ്കേതിക പദങ്ങളാണ്, അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ കോൾ സൈനുണ്ട്. ഈ കോൾ സൈനാണ് ഒരു ഹാം റേഡിയോ ഓപ്പറേറ്ററെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ ഹാമുകൾക്കും ഒരു പ്രത്യേകം കോൾ സൈനുകൾ അതാത് ഗവൺമെൻറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അവിടെ പേരിന് ചുരുക്കി പറഞ്ഞ പ്രസക്തിയില്ല, ഒരാളുടെ പേരിന് അവിടെ പ്രസക്തിയേ ഇല്ല. അവിടെ ഈ കോൾ സൈനിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അല്ല, അദ്ദേഹം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ രാജ്യക്കാർക്കും അവരുടേതായ കോൾ സൈൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഹാമാണെങ്കിൽ അവരുടെ ലൈസൻസ് കോൾ സൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് VU എന്ന 2 അക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കക്കാരനാണെങ്കിൽ G അല്ലെങ്കിൽ W എന്നൊക്കെ ആയിരിക്കും. അതേ ആൾ ഒരു ആസ്ട്രേലിയക്കാരനാണെങ്കിൽ VK എന്ന് സ്റ്റാർട്ട് ചെയ്യും. അതേ ആൾ ഇന്തോനേഷ്യയിലാണെങ്കിൽ YB എന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ YB എന്ന് ഞങ്ങൾ പറയാറില്ല. അപ്പോൾ A മുതൽ Z വരെയുള്ള ആ അക്ഷരങ്ങൾക്ക് A ആൽഫ, B ബ്രാവോ, C ചാർലി, അങ്ങനെ D ഡെൽറ്റ, അങ്ങനെ Z സുളു എന്നിവരെയുള്ള ഒരു ഫോണറ്റിക് കോഡിലാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ കോൾ സൈൻ പറയുകയാണെങ്കിൽ VU2PLG, ഞങ്ങൾ പറയുമ്പോൾ വിക്ടർ യൂണിഫോം നമ്പർ 2 പപ്പ ലിമ ഗോൾഫ് എന്ന് പറയും. അപ്പോൾ എല്ലാ ഹാമുകൾക്കും ഇങ്ങനെ കോൾ സൈൻ ഉണ്ട്. അത് നമുക്ക് ഹൃദിഷ്ടമായിരിക്കും. ഒരാൾ കോൾ സൈൻ കേട്ടാൽ അദ്ദേഹത്തിൻ്റെ പേരും എല്ലൊക്കെ നമുക്ക് ഓർമ്മ വരും. 90കളിലുള്ള ഒരു അനുഭവം അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനും എത്രയോ മുമ്പ് തന്നെ സ്കൂൾ കാലത്ത് തന്നെ റേഡിയോ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങ്. എന്താണ് റേഡിയോ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ്? വളരെ രസകരമായ ഒരു ഓർമ്മക്കുറിപ്പാണത്. പിന്നെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പണ്ട് നമ്മുടെ ശ്രീലങ്ക പ്രക്ഷേപണ നിലയത്തിലുള്ള പരിപാടികൾ സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മലയാളം പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു നല്ലൊരു മാധ്യമമായിരുന്നു അന്ന് ശ്രീലങ്ക പ്രക്ഷേപണ നിലയം. ഷോർട്ട് വേവിലായിരുന്നു, ഒരു 7 MHz അല്ലെ ഫ്രീക്വൻസിലായിരുന്നു അന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കും കുട്ടികൾ മലയാളം പാട്ട് കേൾക്കാൻ ഇതിൽ കൂടി. അന്ന് വേറെ മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ഇതാണ് മെയിൻ ഒരു പ്രത്യേക ഈ നല്ല ഈ ശബ്ദം കൂടിയും കുറഞ്ഞിരിക്കുന്ന കേൾക്കുന്നതിൻ്റെ പ്രത്യേക രസമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ആ ഫ്രീക്വൻസി ഞാൻ ട്യൂൺ ചെയ്യുമ്പോൾ ആരൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആരോ പറഞ്ഞത് പോലീസുകാർ വയർലെസ് സംസാരിക്കുന്നത് ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ കൂടുതൽ എനിക്കൊരു ജിജ്ഞാസയായി. പിറ്റേ ദിവസം അതേ സമയം ഇങ്ങനെ റേഡിയോ കേൾക്കുമ്പോൾ അങ്ങനെ പലരും സന്തോഷം ചിരിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഞാൻ അറിയുന്ന ഒരു അധ്യാപകനോട് ചോദിച്ചു, ഇതെന്താ സംഭവം? കക്ഷിക്കും പ്രത്യേക ഒന്നും അറിയില്ലായിരുന്നു, ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്യുമ്പോൾ 2 പേര് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അതിൽ ഒരു കക്ഷി മറ്റൊരു കക്ഷിക്ക് എൻ്റെ മേൽവിലാസം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എനിക്കാകെ കേൾക്കാൻ പറ്റിയത് കൃഷ്ണൻ ഇല്ലിക്കുന്ന്. ബാക്കി ഈ ഷോർട്ട് വേവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശബ്ദം കൂടിയും കുറഞ്ഞിരിക്കും, കൃത്യമായ ഒരു ലെവലിലായിരിക്കില്ല തരംഗങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ ശബ്ദം കൂടിയും കുറഞ്ഞിരിക്കുന്ന സമയത്ത് പഴയ റേഡിയോ ആയതിനാലും എനിക്ക് വ്യക്തമായിട്ട് ആ മേൽവിലാസം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആകെ കിട്ടിയത് കൃഷ്ണൻ ഇല്ലിക്കുന്ന്. അതായത് 90 കാലഘട്ടങ്ങളിലായിരുന്നു. അന്ന് മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഈ കിട്ടിയ വിവരം വെച്ച് ഞാൻ കൃഷ്ണൻ ഇല്ലിക്കുന്ന് എന്ന ആളെ കാണാൻ ഒരു ദിവസം പുറപ്പെട്ടു. ഒരു ഞായറാഴ്ച ആയിരുന്നു. ഇല്ലിക്കുന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഓരോ വീട്ടിൽ കയറി, ഇവിടെ കൃഷ്ണൻ ഇല്ലിക്കുന്നുണ്ടോ, കൃഷ്ണൻ എന്ന ആളുണ്ടോ, ഇങ്ങനെ പല ചോദിച്ചു. അന്ന് ഞാൻ ഏകദേശം ഒരു 50ഓളം കൃഷ്ണന്മാരെ കണ്ടു. ആർക്കും ഞാൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല.
അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസാനം ഒരു കടയുടെ മുമ്പിലെത്തിയപ്പോൾ ആ കടയിലെ ആൾക്കാർ വിളിച്ചു, ഇങ്ങനെ ഒരു കൃഷ്ണൻ അറിയാമായിരുന്നു. അപ്പോൾ ആ കടയിലെ ആൾ പറഞ്ഞു, ഇങ്ങനെ 2 വീട്ടിനപ്പുറത്ത് ഒരു കൃഷ്ണനുണ്ട്, അയാൾക്ക് എന്തോ റേഡിയോയുടെ എന്തൊക്കെ പരിപാടിയുണ്ട്, കൂടുതൽ വിവരമൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് കൂടുതലൊരു പെട്ടെന്ന് ആ ക്ഷീണമൊക്കെ മറന്ന ഒരു ഉന്മേഷം വന്നു. അങ്ങനെ ആ 2 വീട് കഴിഞ്ഞു എത്തിയപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ഒരാളായിരുന്നു. പക്ഷെ എനിക്കറിയില്ല എന്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഞാനൊരു ഹാം റേഡിയോ ഓപ്പറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുപോയി കക്ഷിയുടെ റേഡിയോ ട്രാൻസ്മിറ്ററും ANTനൊക്കെ കാണിച്ചു തന്നു. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ ഗുരുനാഥനായത്. അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. അദ്ദേഹം അന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു സിവിൽ എഞ്ചിനീയറായിരുന്നു. പേര് കൃഷ്ണൻ നമ്പ്യാർ. അദ്ദേഹം ഇന്നും വളരെ ആക്റ്റീവായിട്ട് ഹാം റേഡിയോയിലുണ്ട്. VU3 TKK എന്നാണ് അദ്ദേഹത്തിൻ്റെ കോൾ സൈൻ. വിനോദം, സന്ദേശങ്ങൾ കൈമാറുക, പരീക്ഷണം, പഠനം, അല്ലേ, ദുരന്ത സാഹചര്യങ്ങളിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരേ സമയം ബഹുവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഈ ഹാം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നത്. ഒരുപാട് ലോക നേതാക്കൾ ഹാം റേഡിയോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് മൺമറഞ്ഞു പോയി. ഇപ്പോഴുള്ള ലോക നേതാക്കളിലും ഒരുപാട് പേർ ഹാം റേഡിയോ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങയുടെ ഓർമ്മയിൽ ഈ ഹാം റേഡിയോ ഉപയോഗപ്പെടുത്തുന്ന ലോക നേതാക്കൾ ആരൊക്കെയാണ്? ഈ ഹാം റേഡിയോ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വലിപ്പച്ചെറുപ്പമില്ല, ഉച്ചനീചത്വങ്ങളില്ല. എല്ലാവരും സമഭാവനയോടെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു ഹോബിയാണ് ഈ ഹാം റേഡിയോ എന്ന് പറയുന്നത്. അവിടെ കൃഷിക്കാരനുണ്ടാവാം, സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാവാം, ഡോക്ടറുണ്ടാവാം, എഞ്ചിനീയർ ഉണ്ടാവാം, എന്തിനു പറയുന്നു, സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ വരെ ഇതിലുണ്ടാകാം. കൂടാതെ പല ലോക നേതാക്കളും, പല രാജാക്കന്മാരും, പല പ്രസിഡൻറ്റുമാരും, പല രാജ്യങ്ങളുടെ പ്രസിഡൻറ്റുമാരും ഒക്കെ ഇതിൻ്റെ ഹാം റേഡിയോ, ആ രാജ്യങ്ങളിലെ ഹാം റേഡിയോ ലൈസൻസ് കിട്ടിയവരാണ്. ഇപ്പോൾ ജോർദാനിലെ കിങ് ഹുസൈൻ രാജാവ് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ യശസ്വരീനായ ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹം ഒരു ഹാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി സോണിയാഗാന്ധി ഹാമാണ്. പിന്നെ കേരളത്തിൽ വരികയാണെങ്കിൽ പഴയ DGP ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഒരു ഹാമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാർ ഈ മേഖലയിലുണ്ട്. കൂടാതെ ഫിലിം സ്റ്റാറുകൾ കമലഹാസൻ, അമിതാഭ് ബച്ചൻ, നമ്മുടെ സ്വന്തം മമ്മൂട്ടി പോലും ഈ ഹാം റേഡിയോയുടെ ഉപയോക്താക്കളാണ്. 1999 ഒക്ടോബർ 29 നമ്മുടെ ഒറീസയിൽ ആഞ്ഞടിച്ച സൂപ്പർ സൈക്ലോൺ, അത് അക്ഷരാർത്ഥത്തിൽ ഒറീസയെ തന്നെ നാമാവശേഷമാക്കിയ ഒരു മഹാദുരന്തമായിരുന്നു. അങ്ങനെയാണത് പര്യവസാനിച്ചത്. അവിടെ ഹാമിൻ്റെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു, മാതൃകാപരമായിരുന്നു, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെയുള്ള വാർത്താവിനിമയ ബന്ധം പാടെ വിച്ഛേദിക്കപ്പെടും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുറലോകം ഒരു കാരണവശാലും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ആ സാഹചര്യമാണ് അന്ന് 1999 ഒക്ടോബറിൽ ഒറീസ ഉണ്ടായിരുന്നത്. ആ സൂപ്പർ സൈക്ലോണിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒറീസ നാമാവശേഷമായിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് അന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ചന്ദ്രബാബു നായിഡു ആയിരുന്നു. അവിടെയുള്ള ഹാം റേഡിയോ ക്ലബിൻ്റെ ആൾക്കാരെ, ഹാം റേഡിയോ ആൾക്കാരെ ആ സ്ഥലത്തേക്ക് അയച്ച്, ഒറീസയിലേക്ക് അയച്ച് അവിടെയുള്ള സ്ഥിതിഗതികൾ പുറം ലോകവുമായി അറിയിച്ചത്. അപ്പോഴാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും പുറം ലോകം അറിഞ്ഞത് ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ കൂടിയായിരുന്നു. ഹാമിൻ്റെ രംഗത്ത് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരുപാട് ഗുരുനാഥന്മാരും സഹയാത്രികരും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാകും. അതിന് ഓർത്തെടുക്കാൻ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും അത്? എനിക്ക് ഈ മോഴ്സ് കോഡ് പഠിപ്പിക്കാൻ എന്നെ വളരെയേറെ സഹായിച്ചത് ഒരു വ്യക്തിയായിരുന്നു, ശ്രീ TK വിശ്വനാഥൻ. അദ്ദേഹം തലശ്ശേരി ചേറ്റംകുന്നിലാണ് താമസം. റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മോഴ്സ് കോഡിൻ്റെ ഒരു എക്സ്പെർട്ടാണെന്ന് പറയാം. മോഴ്സ് കോഡിൻ്റെ എൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു VU3 TKK കൃഷ്ണൻ നമ്പ്യാർ, പിന്നെ VU3 IBC മോഹനേട്ടൻ, VU2EH മനോജ് മാഷ്, VU3 SYF സജീവൻ, VU2 RFT യൂസഫ്, ഇതൊക്കെ നമ്മുടെ ഈ ദിവസം ബന്ധപ്പെടുന്ന ആൾക്കാരുകളിൽ ചുരുക്കം കോൾസൈനുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും സന്തോഷം ഇത്രയും നേരം ഇങ്ങനെ സ്റ്റുഡിയോയിൽ മുഖാമുഖം ഇരുന്നതിനും നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഹാം റേഡിയോയുടെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതിനും. ഇനിയും ജന്മാണിയുടെ സ്റ്റുഡിയോയിലെത്തണം, നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പുതിയ കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കണം. അതിന് നമുക്ക് വേദിയുണ്ട്, ജന്മാണിയുണ്ട്.
തീർച്ചയായിട്ടും ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശ്രോതാക്കളുമായി ഈ വിഷയത്തിൽ കൂടുതൽ സംവാദങ്ങളും ചോദ്യോത്തരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം ഇങ്ങനെ ഈ മുഖാമുഖത്തിൽ സാംസ്കാരിക ലോകത്തിലൂടെ പങ്കെടുത്തതിൽ. നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. എനിക്ക് ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന 90.8 FM ജനവാണി ശ്രോതാക്കൾക്കും കൂടാതെ ഈ നിലയത്തിൻ്റെ ഡയറക്ടർ ശ്രീ നിർമ്മൽ മയ്യഴിക്കും എൻ്റെ അഗൈതമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പ്രവീൺ കുമാർ, VU2 പപ്പ ലിമ ഗോൾഫ്. ഹാം റേഡിയോ അനുഭവങ്ങളും വിശേഷങ്ങളുമായി കഴിഞ്ഞ 2 ആഴ്ചകളിലായി അതിഥിയായി പങ്കെടുത്തത് M. പ്രവീൺ കുമാർ. അഭിമുഖം നിർവഹണം N. വിനീത് കുമാർ. ഇന്നത്തെ സാംസ്കാരിക ലോകം ഇവിടെ പൂർണ്ണമാകുകയാണ്. സാംസ്കാരിക ലോകം ഇനി അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. സാംസ്കാരിക ലോകം.